ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. എന്താണ് സ്വർഗം, എന്താണ് നരകം? ഇതറിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോകണം എന്ന് പറയും. സുഖമായ അനുഭവം എവിടെയുണ്ടോ, എപ്പോഴാണോ അനുഭവമാകുന്നത്, അവിടമാണ്, ആ സമയത്താണ് നമുക്ക് സ്വർഗം അനുഭവമാകും. സുഖം ഉള്ള അവസ്ഥയാണ് സ്വർഗം. ഇവിടെ നമുക്ക് സുഖമാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്. ഇവിടം വിട്ട് സൂക്ഷ്മമണ്ഡലത്തിലേക്ക് പോകുമ്പോഴും സുഖമാണെങ്കിൽ നാം സ്വർഗത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ എപ്പോഴൊക്കെ നാം ദുഃഖം അനുഭവിക്കുന്നുവോ ആ സമയമാണ് നാം നരകത്തിൽ ആവുന്നത്. അപ്പോൾ ദുഃഖമുള്ള സ്ഥലം നരകവും സുഖമുള്ള സ്ഥലം സ്വർഗവുമാണ്. അതിനാൽ ആ സുഖത്തെയാണ്, സുഖം എന്നാൽ ഒരിക്കലും നശിക്കാത്ത, എന്നും നിലനിൽക്കുന്ന, അന്യമായതിനെ ആശ്രയിക്കാതെ കിട്ടുന്ന പരമമായ നിർവൃതിയാണ് ഇവിടെ സുഖം എന്ന് പറയുന്നത്. ആ സുഖം ഉള്ള ഇടം സ്വർഗമാണ്. അതിനാണ് സ്വർഗം എന്ന് പറയപ്പെടുന്നത്. അതിനാൽ ഒരു കവി പറയുകയാണ്, നരകം ദുഷ്ടസംസർഗം സ്വർഗം സജ്ജനസംഗതി. ഇവിടെ സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യുന്നതാണ് സ്വർഗം. സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് സദ്ഗുണങ്ങൾ വരും. സദ്ഗുണങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് സുഖമായിരിക്കും അനുഭവമാവുക, സന്തോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്വർഗത്തിലായിരിക്കും. അതാണ് നരകം ദുഷ്ടസംസർഗം. ദുഷ്ടന്മാരുമായുള്ള സംസർഗമാണ് നരകം. സ്വർഗം സജ്ജനസംഗതി. സ്വർഗം എന്ന് പറയുന്നത് സജ്ജനങ്ങളുമായുള്ള സംസർഗം നമുക്ക് പരമമായ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്, സംതൃപ്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് സജ്ജന സംഗതിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, സുഖത്തിന് കാരണമായി വർത്തിക്കുന്നത്. സ്വർഗം സജ്ജന സംഗതി, നരകം ദുഷ്ടസംസർഗം. ദുഷ്ടന്മാരുമായുള്ള സംസർഗം ചെയ്യുന്നത് നമുക്ക് നാം നരകത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെയാണ്. നരകം ദുഷ്ടസംസർഗം സ്വർഗം സജ്ജനസംഗതി. ഭക്തിയാരിതന്യ സന്മാർഗം. നമ്മുടെ നല്ല മാർഗം ഏതാണ്? ഭക്തി, ഈശ്വരനോടുള്ള ഏകീകരണം. മനസ്സെപ്പോഴും ഇഷ്ടമുള്ള വസ്തുവിൽ തങ്ങി നിൽക്കുക ചെയ്യും. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ഈശ്വരനാണെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും ഈശ്വരനിൽ തന്നെ ലയം പ്രാപിച്ചു കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സന്മാർഗം. ഭക്തി തന്നെ സന്മാർഗം. ഈശ്വരഭക്തിയാണ് ഏറ്റവും നല്ല മാർഗം. ദുർമാർഗം ലോകവിഭ്രമം. പരിഭ്രമത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന, വൈകാരിക തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഈ ലോക വിഭ്രമം തന്നെയാണ് ദുർമാർഗം എന്ന് പറയുന്നത്. ലോകവസ്തുക്കളെ ആശ്രയിക്കുകയും അതാണ് പരമസുഖമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത് അവയുടെ ലഭ്യതയ്ക്കായി അനവരതം പ്രയത്നിക്കുന്നതാണ് ദുർമാർഗം എന്ന് പറയുന്നത്, ദുഷിച്ച മാർഗം. ഭക്തിയാണ് സന്മാർഗം, നല്ല മാർഗം. അതുപോലെ ലോകവിഷയങ്ങളിലേക്കുള്ള ഓട്ടമാണ് ദുർമാർഗം. അതുകൊണ്ട് നാം ഒരിക്കലും ദുർമാർഗത്തിലേക്ക് പോകാതെ സന്മാർഗത്തിലേക്കായിരിക്കണം നീങ്ങേണ്ടത്. അതുപോലെ സ്വർഗം നരകം ഇവ രണ്ടും നമ്മുടെ സംസർഗത്തിൽ നിന്നും ദുഷ്ടസംസർഗം നരകമായും
ശിഷ്ടസംസർഗം സ്വർഗമായും അനുഭവമാണ്. നരകം ദുഷ്ടസംസർഗം സ്വർഗം സത്യസംഗതി ഭക്തിയാതി